കമ്പനിയായിരുന്നു അത്. ഹസ്ബൻഡ്. ഹായ് ചേട്ടാ, സുഖല്ലേ? എന്താ അതിനെന്താ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ എന്താ കഴിഞ്ഞ പ്രാവശ്യത്തെ റീയൂണിയന് വരാത്തെ? അഭിലാഷ്, രാജേഷ്, സുമേഷ്, മഹേഷ് ഇവരെല്ലാരും നിന്നെ അന്വേഷിച്ചു. പിന്നെ ഭയങ്കര തിരക്കായിരുന്നു ചേട്ടന്. അല്ലേ ചേട്ടാ, തിരക്കായിരുന്നു. അയ്യോ, അപ്പൊ ചേട്ടനാണോ വിടാത്തത്? കഷ്ടമായി പോയി ചേട്ടാ. ചേട്ടൻ എന്താ വിടാത്തത് റീയൂണിയന്? അവള് റീയൂണിയന് വരാത്തത് കൊണ്ട് എന്റെ കൂടെ ഇപ്പൊ നിൽക്കുന്നു. അല്ലെങ്കിൽ പഴയ ഏതെങ്കിലും ഒരുത്തന്റെ കൂടെ റീയൂണിയനായി അങ്ങ് പോയേനെ. എന്താ റീയൂണിയൻ? റീയൂണിയനിൽ നടക്കുന്നതൊക്കെ എനിക്കറിയാം. എന്താ പേരെന്ന് പറഞ്ഞേ? പറയത്തില്ല. അങ്ങനെ ഒരു പേരുണ്ടോ? അതുകൊണ്ടല്ല, ഞാനത് പറയത്തില്ല. ചേട്ടാ, നിപുണൻ. നിപുണൻ പറയത്തില്ലെന്ന് പറഞ്ഞു. എന്ത് ചെയ്യുന്നു? എന്തോ ചെയ്യാനാ, വിധി അനുഭവിക്കുക. എടി അതെ, നാളെ രാമചന്ദ്രൻ വരുന്നുണ്ട്. സത്യം, നീ വരുമ്പോഴേ കാണാം. പിന്നെ ഉറപ്പായിട്ട് വരും. എടി, പഴയതുപോലെ തന്നെ ഒരു മാറ്റവും ഇല്ല. ആണോ? ഓ സത്യം, എനിക്ക് എന്തായാലും അവനെ കാണണം. എല്ലാ വർഷവും വരുന്നല്ലേ അവൻ? അപ്പൊ എല്ലാ വർഷവും ഈ ഉത്സവത്തിന് വരുന്നത് രാമേന്ദ്രനെ കാണാനാണ് നീ കെട്ടി എഴുന്നള്ളിച്ച് ഇവിടെ വന്ന് നിൽക്കുന്നത്. ചേട്ടാ, എല്ലാ വർഷവും വരുന്ന ആനയാണ് രാമേന്ദ്രൻ. എത്ര പൈസ എന്റെ ദേഷ്യം വന്നു. മംഗലത്ത് കൊന്ന് രാമചന്ദ്രൻ എഴുന്നള്ളത്തിന് വരുന്ന ആനയാണ്. എല്ലാ വർഷവും വരും. അങ്ങനെയാണ് ആനയുടെ കൂടെ പാപ്പാനും കാണും. നിന്റെ കണ്ണ് ആനയിലാണെങ്കിൽ എന്റെ കണ്ണ് പാപ്പാനിലായിരിക്കും. ഇതെന്താ ഇങ്ങനൊക്കെ വാച്ചിങ്ങിന്റെ ഭാഗമായിട്ടുള്ളതാണ്. എന്തുവാണ് നിന്റെ ചേട്ടൻ ഇങ്ങനെ? നീ ഇതെങ്ങനെ സഹിക്കണ്? കഷ്ടമാണ്. കല്യാണം കഴിഞ്ഞ കാലം തൊട്ട് തുടങ്ങിയ സംശയം. അതെ, നിങ്ങളെന്തോ ഇവിടെ രഹസ്യം പറയുന്നത്? പഴയ ആളുടെ രഹസ്യമാണെങ്കിൽ അത് എന്നെ കൊണ്ടൊന്ന് പറയണേ. അവിടെ അങ്ങനെ ഒന്നുമല്ല ചേട്ടാ. ഇപ്പൊ കണ്ട സ്ഥിതിക്ക് നമുക്ക് എന്നാ ഒരു സെൽഫി എടുത്താലോ? സെൽഫി എടുക്കാം. അതിന്റെ ആവശ്യമില്ല. അതിന്റെ ആവശ്യമില്ല. നേരെ നിൽക്കുന്നത് നമ്മൾ കണ്ട് സെൽഫി എടുക്കാം. എനിക്ക് ഇതൊന്നും ഇഷ്ടമല്ലടോ. ഇങ്ങനത്തെ ഇപ്പോഴത്തെ ഈ ചേഷ്ടകളൊന്നും എനിക്ക് ഇഷ്ടമല്ല. റിലാക്സ്. നീ വീണ ഒരു ഫോട്ടോ. എന്താ സെൽഫി എടുക്കണോ അതോ നീ ബലാത്സംഗത്തിന് ശ്രമമാണോ? പിടിച്ചില്ലാണല്ലോ, ഞാൻ കണ്ടതാണല്ലോ. എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്കറിയില്ല സത്യമായിട്ട് ചേട്ടാ, പിടിച്ചില്ല ചേട്ടാ. കത്ത് കെട്ടി ഇറങ്ങിയൊക്കെയാണോ കണ്ടവരെ കെട്ടിപ്പിടി? ഞങ്ങൾ ആരും കച്ച കെട്ടില്ല. ആരെങ്കിലും ഇങ്ങനെ സംസാരിച്ചു നേരത്തെ നിങ്ങൾ സംശയിക്കരുത്. നിനക്കത് രസമായിരിക്കും, എനിക്കത് അത്ര ചോദിക്കുന്നില്ല. അയ്യയ്യേ, അവൻ എന്റെ പെണ്ണുമ്പിളെ കയറി പിടിച്ചിട്ട് അവൻ അയ്യയ്യെന്ന് വെക്കുന്നു. അത് ഞാനല്ലോ വെക്കേണ്ടത്. അയ്യയ്യ ഒറ്റ കീറിയാ കിട്ടുന്നോട്ടല്ലോ. കയ്യൂക്കിന്റെ ബലത്തിലാണ് സംസാരിക്കുന്നതെങ്കിൽ എനിക്കൊരാളോടൊന്ന് ചോദിക്കണം. ആരോട് ചോദിക്കണം? പറയടി, ആരാടി ഇവൻ? സത്യം പറയടി. പൊട്ട ആരെങ്കിലും പെണ്ണുങ്ങളെ അടിക്കൂ? ഇപ്പൊ അങ്ങനെ കുഴപ്പമില്ല. ഞാൻ ആണുങ്ങളെ തല്ലിപ്പോ പ്രശ്നം